ചിറ്റേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, കുറവുണ്ടെന്ന് പറയാം മോളെ, പക്ഷെ ആ നെഞ്ചരിച്ചൽ അങ്ങോട്ട് അങ്ങോട്ട് മാറണില്ല. എന്തിനാ ചിറ്റേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണത്? എനിക്ക് തോന്നണ എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തീരുമെന്ന്. എൻ്റെ ചിറ്റേ, വീട്ടുകാരെ കൊണ്ട് സൗകര്യമില്ലെന്നും പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അമ്മായിയമ്മയെ ശരിയല്ലെന്നും പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ കൊണ്ട് ഒരു സ്വസ്ഥയില്ലെന്നും പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്നാ വീട്ടിൽ വന്ന ജോലിക്കാരിയും കൊണ്ട് വിഷമിക്കുന്ന ആളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ശാലുമോളെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന്. നിനക്കെന്നല്ല ആർക്കും മനസ്സിലാവൂല. ഈ കാലത്തൊരു ജോലിക്കാരിയെ കിട്ടാനാണോ ചിറ്റേ പാട്? എന്തോരം കമ്പനികളുണ്ടെന്ന് അറിയോ ഇതുപോലെ ഹൗസ് മെയ്ഡ്സിനെ കൊടുക്കണത്? അവിടെ എവിടെയെങ്കിലും അന്വേഷിച്ചാ പോരെ? ഒത്തിരി ഒന്നും വേണ്ട, ഒരു നല്ല ഇനെ കിട്ടിയാ മതി. അതാണ് കിട്ടാത്തത്. ഇവക്കെ വട്ടാണ് മോളെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കും. അതാണ് ഇവളുടെ കുഴപ്പം. ആവശ്യമില്ലാത്ത കാര്യോ? എൻ്റെ മോളെ, അന്ന് അമ്മൂൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 പേര് മഞ്ഞുണ്ടെന്ന്. അവരൊരു 2 ദിവസം വരെ നിന്നിട്ട് 3-ാമത്തെ ദിവസം ഗുരുവായൂർ പോയി കുളിച്ച് തൊഴുതിട്ട് അങ്ങോട്ട് പോകുമെന്നും പറഞ്ഞ്. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു ടെൻഷനായി. അപ്പം ഞാനത് ഇവിടെ നിന്നിരുന്ന ആ പെണ്ണിനോട് പറഞ്ഞ്, മോളെ ഇങ്ങനെ വരൂട്ടാ, അപ്പം നേരത്തെ എത്തണോട്ടാന്ന് പറഞ്ഞ്. വൈകുന്നേരം അത് പറയാൻ വേണ്ടി അതിനെ വിളിച്ചപ്പോൾ അതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതിനൊരാളെ വിട്ട് അന്വേഷിപ്പിച്ച്. അപ്പം അവരവിടെ നിന്ന് വേറെ എവിടെയെങ്ങാണ്ടും പോയേക്കെന്നും പറഞ്ഞു. ഈ എല്ലാരും മഞ്ഞ് പണിയൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞപ്പോ അവര് മുങ്ങിയതാണേ. അവരെ കള്ളക്കൂട്ടങ്ങളാന്ന് ഞാൻ അന്നേ ഇവളോട് പറഞ്ഞാണ്. എൻ്റെ മോളെ, ഇവിടെ ഒരാൾ ജോലിക്ക് വരുമ്പോൾ അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നോ അവർ എങ്ങനത്തെ ചുറ്റുപാടിൽ നിന്നാണ് വന്നതെന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വന്ന് ജോലി ചെയ്യണ്ടോന്ന് നോക്കിയാൽ പോരെ. അതേ ഞാനും നോക്കിയുള്ളൂ. അതിനവര് പണി വരുന്ന വെറുതെ വന്നാണ് മോളെ, വെറുതെ വന്ന് പൈസയും മേടിച്ചിട്ട് പോണാണ്. എല്ലാ ദിവസവും ഏഴക്കാണ് വരാന്ന് പറഞ്ഞാണ് ആക്കിയത്. 9 മണി 9:30 ആവാണ്ട് പുള്ളിക്കാരി എത്തൂല. ഞാൻ കടയിൽ പോകാനൊക്കെ ഇറങ്ങുമ്പോഴാണ് ചില സമയത്ത് വന്നത്. അങ്ങോട്ട് കയറി വന്നിട്ട് പറയും, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു, 2ാമത് പോയി, പൂച്ച പോയി, പട്ടി പോയി, ഓടിപ്പോയി, അതിനെ പിടിച്ചുകൊണ്ട് വീട്ടിലാക്കി, എന്നിട്ടൊക്കെയാണ് വന്നത് എന്നൊക്കെ വെറുതെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. എനിക്കും പിന്നെ ഉറക്കം തെളിഞ്ഞാൽ പിന്നെ കിടന്നാ ഉറക്കം വരില്ല മോളെ. ഞാനപ്പോൾ ഇവർ വരാണ്ടാവുമ്പോൾ ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്യും. അതാണ് ഇളയച്ചന് ഇഷ്ടമല്ലാത്തത്. എന്നാ പിന്നെ നിനക്ക് ചെയ്താ പോരടി. പൈസേ 1000-1200 രൂപയാണ് ഒരു ആഴ്ചയിൽ കൊണ്ടേ കൊടുക്കണത് ഹോസ്പിറ്റലില്. അപ്പൊ അവൻ അവിടെ നിന്ന് ഇങ്ങനെ അയക്കണോണ്ട് ഒന്നും അറിയുന്നില്ല. എന്റെ പെൻഷൻ കാശ് കൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് അത് മാത്രം ഇവളോട് പറയും ആ പെണ്ണ്, അയ്യോ വയ്യ, കൊച്ചിന് വയ്യ, മറ്റേ കൊച്ചിന് വയ്യ, ഇത് കൊച്ചിന് വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരീശ പൈസ അഡ്വാൻസ് ഒരുപാട് മേടിച്ചു വെച്ച്. എന്നോട് ഇവള് പറയണില്ല. ഇവളുടെ കയ്യിലുള്ള പൈസയും മോൻ അയച്ചു കൊടുത്ത പൈസ എന്നൊക്കെ എടുത്തങ്ങോട്ട് കൊടുത്തു ഈ പെണ്ണിന്. എന്നിട്ടാണെങ്കിൽ ചിക്കനും മീനൊക്കെ വെക്കണ ദിവസം ഈ പെണ്ണിന് ഒരു പാത്രത്തിൽ, അടച്ചുറപ്പുള്ള പാത്രത്തിൽ കൊടുത്തും വിടും. അത് 2-3 പ്രാവശ്യം ഞാൻ കണ്ടപ്പോ പറഞ്ഞത് ശരിയല്ലട്ടെ, വേണ്ട ആ പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. കേട്ടില്ല, അതിനനുഭവിച്ചു അത്രേ ഉള്ളൂ. അത് ചെറിയ 2 പറക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട് അതിന്. നമുക്കും പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പം അത് ഓർത്തിട്ടാണ് അതിനിങ്ങനെ കൊടുത്തിരുന്നത്. എന്നിട്ട് എന്തായി? അവർ നല്ല പണി തന്നില്ലേ? ദൈവത്തോർത്ത് ചിറ്റ ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇവക്കാണെങ്കിൽ ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇവളുടെ കിട്ടും, അതാണ് ചോദിക്കണത്. അയ്യോ ചേച്ചി അങ്ങനെയാണ് ചേച്ചി, ഇങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ കൊടുക്കുമല്ല. എന്നാ എന്നോട് ചോദിക്കൂല നിങ്ങളൊന്നും. ഇനി അതൊന്നും പറഞ്ഞിരിക്കണ്ട ചേട്ടാ. എന്നെ പറ്റിച്ചവര് ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചോട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുള്ളൂ. അവർക്കുള്ളത് ദൈവം കൊടുത്തോളൂ. പിന്നെ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസി ആയതുകൊണ്ടാണ് എനിക്ക് ഓരോന്ന് പുറകെ ഇങ്ങനെ വന്നത്. ഇനി എന്റെ തലയിലോട്ട് കയറിക്കോ. എന്റെ ചിറ്റേ, ആൾക്കാർ കേട്ടാ ചിരിക്കുമല്ല. ഇളയച്ചൻ അന്ധവിശ്വാസി ആയതുകൊണ്ടാണ് ഇവിടെ ചിറ്റയുടെ ഒപ്പം വേലക്കാരി വാഴാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാ. അല്ലെങ്കിൽ ആരോ എന്തോ കൂടോത്രോ എന്തോ ചെയ്തിട്ടുണ്ട്. ചിറ്റി കാലത്തൊന്നുമല്ല ജീവിക്കണേ, കൂടോത്രേ. പിന്നെ ഇവക്ക് പ്രാന്താണ് മോളെ കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ കേൾക്കുമായിരുന്നെങ്കിൽ ഞാനൊക്കെ പരലോകത്തെ കാലം കഴിഞ്ഞ്. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ, ഒരുപാട് പണ്ടാണ്, ഇവളെയൊക്കെ കല്യാണം കഴിക്കുന്ന മുന്നേ, പഠിച്ചൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ ഒരു 150 രൂപ 200 രൂപ അങ്ങനെ എന്തോ മേടിച്ചു. നിസ്സാര പൈസ, ഇപ്പോഴത്തെ കാലത്ത് നിസ്സാര പൈസ. അന്ന് ആ പൈസക്ക് വിലയുണ്ട്.
ഞാൻ അവനോട് പറഞ്ഞാടാ എനിക്കൊരു ബിസിനസ് തുടങ്ങാനാണ്, ആ പൈസയും കൂടി ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. അതവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ടില്ലേ ഒരു 100 രൂപ 100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു, അതെടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നോക്കിക്കോളെ ഈ പൈസയും കൊണ്ട് നീ ചെയ്യുന്നത് ബിസിനസ് എന്ത് ആണെങ്കിലും അത് ഗുണം പിടിക്കൂലടാ, ഞാൻ ദേവിയുടെ മുന്നിൽ വെച്ചാടാ പറയണെന്നൊക്കെ പറഞ്ഞ് എന്റെ കൊണ്ണവാനെ ചോദിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരും എന്നോട് പറഞ്ഞാടാ ഈ ശാപം കിട്ടിയിട്ട് നീ പോയി ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുകൂടാന്ന്. ഞാനതൊന്നും നോക്കിയില്ല, ഞാനതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല അന്നും ഇന്നും. അതുകൊണ്ട് ഞാൻ ഒരു ഇതും നോക്കിയില്ല, അങ്ങോട്ട് ബിസിനസ് ചെയ്ത് ഞാൻ വിജയിച്ചതേ ഈ നിലയിലെത്തിയില്ലേ. എനിക്ക് എൻ്റെ ഗവൺമെന്റ് ജോലി കിട്ടി, ആ ജോലിക്കും പോയിരുന്നു. അവനാ നശിച്ച് നാറാണക്കല്ല് കുറച്ച് എന്റെ മോള് ഒളിച്ചോടിപ്പോയി ക്രിസ്ത്യാനിന്റെ ഒപ്പം. ആകെ ഇതായി, അവന്റെ ജീവിതേ നശിച്ചുപോയി. ഓ, അവസാനം കള്ളു കുടിച്ച് അവനും പോയി. ആ അത്രേ ഉള്ളൂ. എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോന്നല് മാത്രമാണ്. എനിക്ക് അങ്ങനെ തോന്നണില്ല, അല്ലെങ്കിൽ ഇത്രയും വേലക്കാരികൾ വന്നിട്ട് നിൽക്കാതെ പോവോ? എൻ്റെ ചിറ്റേ, നമ്മുടെ ചുറ്റിലും കാണുന്നത് എല്ലാവരും മിത്രങ്ങളാന്ന് വിചാരിക്കരുത്. മിക്കവരും ശത്രുക്കളെ തന്നെയായിരിക്കും. നമ്മളൊന്ന് വീഴാൻ കാത്തിരിക്കണം അവരുടെ തനി സ്വരൂപം ഇറക്കണമെങ്കിൽ. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും നിൽക്കാത്തത്, അല്ലാതെ മന്ത്രവാദോ കൂടോത്രോ ഒന്നുമല്ല. എന്നാലും എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലേ ഇവർക്കൊരു ആത്മാർത്ഥത എന്നുള്ളത് തിരിച്ചില്ല. അതാണ് എനിക്ക് ഇത്ര വിഷമം. അതിനൊക്കെ വിഷമിക്കാൻ പോയാലേ അതിനേ നേരം കാണുള്ളൂ. അല്ല, എന്നിട്ട് അവരെല്ലാരും കൂടി വന്നിട്ട് പിന്നെ ചിറ്റ എന്ത് ചെയ്ത്? ചിറ്റ എന്ത് ചെയ്യാൻ, ചിറ്റ തലയിറങ്ങി അപ്പൊ തന്നെ മോന്തടിച്ചോട് വീണു. അതായിരിക്കും അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ? തല ഇറങ്ങിയൊന്നും വീണില്ല മോളെ, പെട്ടെന്നൊരു ക്ഷീണം വന്ന് ഞാൻ അവിടെ നിന്ന് ഇരുന്നു പോയി, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഭാഗ്യത്തിന് ഒരാളെ അന്നേരം തന്നെ കിട്ടി. പുതിയ ജോലിക്കാരനെ കിട്ടിയതിന് ശേഷമാണ് ഇവള് ചോറ് തിന്നത്. ഓ എൻ്റെ മോളെ, എൻ്റെ ടെൻഷനും വിഷമമൊക്കെ ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവൂല, പ്രത്യേകിച്ച് ഇളയച്ചന് മനസ്സിലാവേ ഇല്ല. ഞാൻ ഒറ്റക്ക് ഇതെല്ലാം അനുഭവിക്കണം. എന്നാ പറയാൻ ചെന്നാ പറയും നിനക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന്. അപ്പൊ തന്നെ നമ്മൾ തളർന്ന്. അല്ല ചിറ്റേ, ഇത് 5ാമത്തെ ആളാണ് ഇങ്ങനെ പോണേന്നല്ലേ പറഞ്ഞത്? അല്ല, ഇവരൊക്കെ എന്തും പറഞ്ഞാണ് ഇവിടുന്ന് പോകാറ്? അതിൽ 2 പേര് പുതിയ ജോലി കിട്ടി പോയതാണ്. പിന്നെ ഒരാൾക്ക് തലയിറക്കമായിട്ട് ഇയർ ബാലൻസിന്റെ പ്രശ്നമായിട്ട് പോയി. പിന്നെ 2 പേരെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വിട്ടത്. അതെന്താ ചേച്ചേ? അത് ആദ്യം വന്നൊരു പെണ്ണ്. ആ പെണ്ണ് എപ്പോഴും പറയും അതില്ല ഇതില്ല എന്ന്. അപ്പൊ ഞാൻ ചേട്ടനെ കൊണ്ട് അതും ഇതൊക്കെ മേടിപ്പിച്ചു വെക്കും. എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി ബദാമും കശുവണ്ടിയൊക്കെ മേടിച്ച് നിറച്ചു വെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ 1 കിലോ ബദാമൊക്കെ തീർന്നു പോണ്. അങ്ങനെ നോക്കി വന്നപ്പോൾ ഈ പെണ്ണ് എല്ലാ ദിവസവും ഒരു പൊതിക്കെട്ടിലാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നീടാണ് മനസ്സിലായേട്ടാ. പിന്നെ ആണെങ്കിൽ ഒരു ദിവസം ഞാനങ്ങനെ കശുവണ്ടിയൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ കൊണ്ടുപോയിരിക്കും. ഞാനത് പുള്ളിയോട് പറഞ്ഞില്ല. ഒരു ദിവസം പുള്ളിയുടെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കണത് പുള്ളിയുണ്ട്. അതോടുകൂടി ആ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാനേ കുളിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ ഇവള് അടിച്ചു വാരാനുള്ള ചൂലും കഷത്തിൽ വെച്ചുകൊണ്ട് എന്റെ പേഴ്സ് തുറന്ന് പൈസ എണ്ണിക്കൊണ്ടിരിക്കണം. അവള് കണ്ടില്ല ഞാൻ കുളിക്കാൻ കയറിയതേ. ഞാനാണെങ്കിൽ വന്നപ്പോ അവിടെ എന്റെ മേത്ത് ചെളി ഇറച്ചി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ആ വഴി അങ്ങോട്ട് ഇവളോട് കൂടി പറയാണ്ട് പോയി കുളിക്കാൻ കയറി. പെണ്ണ് കണ്ടില്ല ഞാൻ കുളിക്കാൻ കയറിയത്, ഇല്ലെങ്കിൽ അവൾ അതൊക്കെ നോക്കൂല. അതോടുകൂടി ഞാൻ പറഞ്ഞു വിട്ടു. ഈശ്വര, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഈ കാലത്തും. എല്ലാരും ഇങ്ങനെ ഒന്നല്ല മോളെ. വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ തന്നെ ജോലിക്ക് പോകണം എന്തോരം പേര് എനിക്കറിയാം. പക്ഷെ കള്ളത്തരം കാണിച്ചാൽ അധികം കാലം നിൽക്കാൻ പറ്റൂല. അത് അങ്ങനെയാണ്. അത് ശരിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഇപ്പൊ ഒരു 10-12 കൊല്ലം കണ്ടു ആയി ആ ആന്റി നിൽക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ അമ്മനേക്കാളും ഞങ്ങൾ കമ്പനി ആന്റി ആയിട്ടാ. അത്രയും സ്നേഹമാണ്. ഞങ്ങൾ ചെന്നാ എന്തെങ്കിലും ഉണ്ടാക്കി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടേ പുള്ളിക്കാരി വിടുള്ളൂ. എൻ്റെ മേമയുടെ വീട്ടിലൊക്കെ എത്ര കൊല്ലമായി, ഒരു 10-20 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു മേമയുടെ മോൻ 1-ലെ 2-ലെങ്ങാണ്ടും പഠിക്കുമ്പോഴാണ് അവരാദ്യമായിട്ട് വന്നത്. അത്രയും കൊല്ലമായിട്ട് നിൽക്കണം. ഇപ്പം മേമയുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് എന്തായാലും 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി എന്തൊരു സ്നേഹമുള്ളതാണെന്നറിയാമോ. സ്വന്തം വീട് പോലെയാണ് അത് നോക്കണത്. അതുകൊണ്ട് എന്താ മേമക്ക് വീട് അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പോവാ, ഒന്നും അറിയണ്ട. അതുപോലെ ആത്മാർത്ഥതയായിട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ മറ്റേ ആളെങ്ങനെയാ പോയത്? അതിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അതാണെങ്കിൽ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ 9 മണിയാവുമ്പോൾ എത്തും. എന്നിട്ട് വന്ന് കയറി ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നിട്ട് പറയും, അയ്യോ എൻ്റെ വീട്ടിലെ പട്ടി ഓടിപ്പോയി, പൂച്ച ഓടിപ്പോയി, താക്കോല് വെക്കാൻ മറന്നുപോയി, ഗ്യാസ് പുറത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
പിന്നെ ഞാൻ ആദ്യമൊക്കെ ഒന്നും പറയൂലായിരുന്നു. പിന്നെ പിന്നെ നമുക്കൊരു ആവശ്യത്തിന് പോകണമെങ്കിൽ ഇവരെ കാത്തിരിക്കേണ്ട അവസ്ഥയായി. പിന്നെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറയും, ഓ ഇവിടെ ആര് കഴിക്കാനാണ്, നിങ്ങൾ രണ്ടുപേരുണ്ട്, ആര് കഴിക്കാനാണ്, ആ ഒന്നും വേണ്ട എന്നങ്ങോട്ട് പറഞ്ഞാളെ. പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. മുകളിലെങ്ങാനും ഒന്ന് അടിച്ചു വാരി തുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖം അങ്ങോട്ട് മാറും. പിന്നെ ദേ ഈ സ്റ്റെപ്പും ഇരുന്ന് എപ്പോഴും ഉറങ്ങലാണ് പണി. ചേട്ടനെ മിക്ക ദിവസവും കാണാറുണ്ട്. ചേട്ടൻ പിന്നെ എന്നോട് പറയും, എനിക്ക് പോകാൻ പറ അങ്ങനെ ഇങ്ങനെ. എനിക്കാണെങ്കിൽ ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കുന്നത് ഇഷ്ടമല്ല. എന്നെയും ഉറങ്ങുമ്പോൾ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും. വല്ല അരിയാനുള്ള ചീര എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വെക്കും. ഉറക്കം കഴിഞ്ഞ് എന്നിട്ടാണ് ചീരയൊക്കെ കൊളുത്തണത്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയാകുമ്പോഴാണ് ചൂലെടുത്ത് മുറ്റമൊക്കെ അടിച്ചു വരാൻ ഇറങ്ങണതും ഇവിടെയൊക്കെ അടിച്ചു വരണതും. അപ്പം ഈ 6 മണിയാകുമ്പോൾ കെട്ടിത്തുള്ളി പോകണമെന്ന് ആൾക്കാർ ചോദിക്കൂലേ, ഓ 7 മണിക്ക് പോയിട്ട് 5 മണി 6 മണിയാകുമ്പോഴാണ് വന്നത്, അപ്പോൾ ഭയങ്കര പണിയാണല്ലേ, ഇന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങിയാണെന്ന് അവരാരോടെങ്കിലും പറയുമോ? ഇല്ല, പറയൂല. വെറുതെ എന്നോട് വിശേഷവും ഒരുപാട് അവരുടെ ജീവചരിത്രവും എൻ്റെ ജീവചരിത്രം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ പറയുകയും ചെയ്യും. ഇവരെ ഇന്ന് പോണ വഴി മുഴുവൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയോ. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആൾക്കാർ പറയണു വൈകുന്നേരം വരെയും പണിയാണ് അവിടെ നിന്ന്. ഇവിടെ ഇരുന്ന് ഉറങ്ങിയാണ് അവർ. എന്ത് പറയാനാണ്. പിന്നെ എൻ്റെ കുറച്ച് പൈസയും കൂടി പറ്റിച്ചിട്ടാണ് പോയത് അവര്. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. 2,500 രൂപയല്ലേ ഉള്ളത്, കൊണ്ടുപോയി നമ്മൾ എവിടെ അങ്ങോട്ട് കളഞ്ഞു പോയി അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി, പ്രശ്നമില്ല. പക്ഷെ പോണ വഴിക്ക് അലക്കാൻ കൊടുത്തവളുടെ 2 നല്ല പുത്തൻ സാരിയും മേടിച്ചിട്ടാണ് പോയത്. മോൻ മേടിച്ചു കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം. ഇത് ചിറ്റയുടെ കുഴപ്പം തന്നെയാണ് ചിറ്റേ. ഓരോ പണിയും പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ അത് കഴിഞ്ഞ് കഴിയുമ്പോ കുടുംബത്തോട് പോയിക്കോളാൻ പറഞ്ഞേക്കണം. ഇവിടെ നിർത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഇതല്ലേ ഇതിന്റെ അപ്പുറം കേൾക്കേണ്ടി വരും. എടി മോളെ, എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഞാൻ അവരെ കണ്ടത്. അപ്പം ആ പെണ്ണ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കും. എനിക്കിവിടെ ആര് വർത്താനം പറയാനുണ്ട്. പുള്ളി ചിലപ്പോൾ രാവിലെ പോയാൽ ചിലപ്പോൾ രാത്രിയാണ് കയറി വരുന്നത്. അപ്പോൾ ഒരു പെണ്ണ് വർത്താനം പറയാനുണ്ടാവുമ്പോൾ ഞാൻ വിചാരിച്ചെന്താണ്, അവരാ വർത്താനം പറഞ്ഞാൽ നമ്മൾ പറയണ പോലെ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ എന്ന്. എൻ്റെ കാര്യം ഞാൻ അവരോടും പറയും, അവരും അവരുടെ കാര്യം എന്നോട് പറയും. അതെ അതെ, ഇവക്ക് നല്ല വർത്താനം കൂടുതലായിരുന്നു അവരായിട്ട്. അയ്യോ, ഇത്ര നാളും ഒരാളായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല. ഈ പെണ്ണിനെ വിളിച്ചിരുത്തി വർത്താനം പറയും. ഞാൻ മിക്ക ദിവസം വരുമ്പോഴും ഇവരുടെ വർത്താനം അവിടെ നിന്ന് കേൾക്കായിരുന്നു. മോൻ്റെ കാര്യം, കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. അപ്പം 5 പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യം, 2 പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യം ഒക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, അവർക്ക് സംസാരിച്ചിരിക്കാൻ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ വന്നപ്പോൾ പണിയൊക്കെ എടുക്കുമായിരുന്നു. നമ്മളിപ്പോൾ അത് ഒന്ന് മോളെ ഇത് എന്ന് പറയുമ്പോൾ ചെയ്യുമായിരുന്നു. പിന്നെ പിന്നെ അവർക്ക് വർത്താനം പറഞ്ഞിരുന്നു സുഖം പിടിച്ചു പോയി. പിന്നെ പണി ചെയ്യാൻ പറഞ്ഞാൽ ദേഷ്യമായി പോയി. എന്തു പറയാൻ, നമ്മളെല്ലാവരെയും വിശ്വസിക്കും, അവർ നമ്മളെ പറ്റിക്കും. കുഴപ്പമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുള്ളത് അവർക്ക് ദൈവം കൊടുത്തോളും. ചിറ്റ പേടിക്കണ്ട, ഇന്ന് വരാന്ന് പറഞ്ഞ ജോലിക്കാരി അടിപൊളിയാന്നാ ബിന്ദു ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ കുറേ കാലം ഇവിടെ നിന്നോളും. ചിറ്റക്ക് ടെൻഷൻ അടിക്കാതിരിക്കാം. പിന്നെ ദേ അവർ വന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടാ. എൻ്റെ ഭർത്താവിനെയും പിള്ളേരെയൊക്കെ ഇട്ടിട്ടാ ഞാനും വന്നേ. നിനക്കെന്നാ വന്നപ്പോ ആ പിള്ളേരെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേടി? 3-4 ദിവസം അവധിയല്ലേ. ഞാൻ പറഞ്ഞേ ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നോളാൻ. അങ്ങോട്ട് ഇടക്കല്ലേ പോവാറുള്ളൂ. പിന്നെ ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിറ്റക്ക് ഒരു സ്വസ്ഥത കൊടുക്കൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊണ്ടുവരാഞ്ഞത്. ഞാൻ പുറത്തു പോണേണ്. വരുന്ന പെണ്ണേ ശാലുവിന് ഇന്റർവ്യൂ ചെയ്യട്ടെ. അതൊക്കെ നീ ഇവിടെ ഉണ്ടാവുമല്ല. ഓ അല്ല, പുതിയതായിട്ട് തന്നെ പെണ്ണിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അത് കുസുമം, കാഞ്ചന കുസുമം. ആരാ? ഞാനാണ് കുസുമം, കാഞ്ചന കുസുമം. ഓ, ബിന്ദു ചേച്ചി പറഞ്ഞ പുതിയ വേലക്കാരി അല്ലേ? അയ്യേ, വേലക്കാരിയല്ല, സെർവന്റ് അല്ലെങ്കിൽ കുക്കിംഗ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം. ആ തൊട്ട് വാ ചിറ്റേ, ദേ ആളെത്തിട്ടാ, വാ. हाय दीदी, मैं कांचन कुसुमम हूँ. എന്താ പറഞ്ഞേ? ഓ സോറി, എല്ലാവരോടും ക്ഷമിക്കണം. ഞാൻ കുറച്ച് നാൾ എറണാകുളത്തുള്ളൊരു സർദാർജിയുടെ വീട്ടിലായിരുന്നു കുക്കിങ്ങിന് നിന്നിരുന്നതേ. അതുകൊണ്ട് എനിക്ക് ഹിന്ദി വന്നു പോകും. അതാ ഞാൻ ട്രൈ ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം മലയാളം പഠിക്കാൻ അല്ല പറയാൻ.
ആ അല്ല ഇവിടെ എന്തൊക്കെ കാമാണുള്ളത്? ഐ മീൻ ജോലി ജോലി. എല്ലാ വീട്ടുപണിയും ചെയ്യണം ചേച്ചി. എല്ലാ വീട്ടുപണിയെന്നും പറഞ്ഞാൽ എന്തൊക്കെ കിത്തന? അത് ഇവിടെ ചോറും കറിയൊക്കെ വെക്കണം, പിന്നെ അടിച്ചു വാരണം, തുടക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഓഹോ അത്രേ ഉള്ളൂ. സില്ലി തിങ്സ്. ചേച്ചിക്ക് ചിക്കനും മീനൊക്കെ വെക്കാൻ അറിയാലോ അല്ലേ? അറിയോന്നാ? മീനും ചിക്കനൊക്കെ വെക്കാൻ എന്നെ വെല്ലുന്ന ഒരു കുക്കി കേരളത്തിൽ അല്ലല്ല ഇന്ത്യയിൽ തന്നെ വരില്ല. അത് മതി. എന്നാ ഞാൻ ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ കയറിക്കോട്ടെ ദീദി, എനിക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് മൂട്ടത്. ഓഫ് കോഴ്സ്. എന്നാ ചേച്ചി ജോയിൻ ചെയ്തോ. അപ്പൊ ഒരു പണി, 2 നല്ല കോഫി ഉണ്ടായിട്ടുണ്ടോന്നേ നോക്കട്ടെ. ഓക്കേ. ഇത് കുഴപ്പമില്ലെന്ന് തോന്നണം അല്ലേ മോളെ? ഒരു കുഴപ്പമുണ്ടാവില്ല ചിറ്റേ. എന്തായാലും ഇത് കുറേ കാലം ചിറ്റയോടൊപ്പം നിന്നോളൂ. പിന്നെ ചിറ്റയ്ക്ക് ഹിന്ദിയും പഠിക്കാനല്ല ചുളുവിന്, പുള്ളിക്കാരിക്ക് എല്ലാം അറിയാൻ തോന്നുന്നു നന്നായിട്ട്. ദീദി. എന്താ കുസുമം? ഇതെന്താ ചേച്ചി? ഇതോ? ഇത് പാൻ, നോൺ സ്റ്റിക്കിന്റെ പാനാ. അത് കറിയൊക്കെ ഉണ്ടാക്കണതേ. അല്ലല്ലോ. പിന്നെ ഇതേ തല അടിച്ചു പൊളിക്കുന്ന സാധനമാണ്. എന്റെ കെട്ടിയോ അമ്മായിമ്മയുടെ തല ഒറ്റടിക്കല്ലേ അയ്യോ.